മറ്റൊരു പ്രധാന വാർത്ത, ഈ മുഖ്യമന്ത്രിയുടെ കൊച്ചിയിലേക്കുള്ള ഹെലികോപ്റ്റർ യാത്ര വിവാദമായി. വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഭാര്യയുടെ പിതാവിനെ കാണാൻ വേണ്ടി ഹെലികോപ്റ്റർ എടുത്തു വന്നുവെന്നും ആ ഹെലികോപ്റ്ററിലും യു ടേൺ അടിച്ചുവെന്നുമാണ് മുൻ മന്ത്രി വി ശിവൻകുട്ടി പരിഹസിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ തെറ്റില്ലെന്ന് കെ മുരളീധരൻ ന്യായീകരിച്ചു. ഇതിപ്പോ കാലം മാറുമ്പോ കാറിന് പോലെ ഹെലികോപ്റ്റർ എടുക്കും. അതിപ്പോ എന്താ അത്ര വലിയ കാര്യം? എന്താ പറഞ്ഞിരുന്നത്? ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിലൊന്നും ആരും വിമർശിച്ചിട്ടൊന്നുമില്ല. കാലം മാറുന്നതനുസരിച്ച് അത് കഴിഞ്ഞ മുഖ്യമന്ത്രി ദുരിതബാധിത പ്രദേശങ്ങളിൽ ഒരിക്കൽ പോയപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒപ്പം പോയിരുന്നല്ലോ. അത് വലിയ അത്ഭുതമാണോ? സർക്കാരിന്റെ ഖജനാവെന്ന് കാശ് ചെലവായിട്ടുണ്ടോ? ഇല്ലല്ലോ. റഹീസ് റഷീദ് ഇങ്ങനെയൊന്നുമല്ല അന്ന് പിണറായി വിജയൻ സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്ന സമയം പറഞ്ഞത്. അന്ന് പൊതു ആവശ്യത്തിന് വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിക്കുമ്പോഴും നിശിതമായ വിമർശനമാണ് പ്രതിപക്ഷത്തു നിന്ന് ഉയർത്തിയത്. അന്ന് ധൂർത്തെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പിതാവിനെ ആശുപത്രിയിൽ കാണാൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ എടുക്കും എന്ന മട്ടിൽ നിസ്സാരവൽക്കരിക്കുകയാണോ UDF? അരുൺകുമാർ, UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഹെലികോപ്റ്റർ വിവാദം വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച ആളുകളാണ് അന്ന് പ്രതിപക്ഷത്തുള്ള ഇന്ന് ഭരണപക്ഷത്തുള്ള UDF. ഇപ്പോൾ അത് വിവാദമാകാനൊരു കാരണം, കഴിഞ്ഞ ദിവസം മഴ കാരണം മുഖ്യമന്ത്രിയായ VD സതീശൻ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്ന ഹെലികോപ്റ്റർ ഇറക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി. അദ്ദേഹം കൊച്ചിയിലേക്ക് വന്നത് ഭാര്യ പിതാവ് ആശുപത്രിയിൽ അഡ്മിറ്റാണ്, അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിന് വേണ്ടി ആയിരുന്നു എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് മറ്റു പല പൊതുപരിപാടികളും ഉണ്ടായിരുന്നു, അതിനൊപ്പം മാത്രമായിരുന്നു ഈ ഭാര്യ പിതാവിൻ്റെ സന്ദർശനം എന്നതാണ്. അതേ ചൊല്ലിയാണ് പ്രതിപക്ഷം വലിയ തോതിൽ രാഷ്ട്രീയ മറുപടിക്കപ്പുറം പരിഹാസ രൂപേണ ഏതാണ്ട് മുൻ മന്ത്രിമാർ, CPIM-ന്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, SFIയുടെ നേതാക്കൾ അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതിനിടയ്ക്ക് കോൺഗ്രസിൻ്റെ MLA VT ബൽറാമിൻ്റെ ഒരു പ്രതികരണം കൂടി ശ്രദ്ധേയമാണ്. VT ബൽറാം പറയുന്നത്, ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പണ്ട് ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് കുത്തിപ്പൊക്കി തന്നെ പരിഹസിക്കുകയല്ല ചെയ്യേണ്ടത്, അത് ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് ഒരു പ്രതിപക്ഷ നേതാവിനെ കേരളം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് പലതരത്തിലുള്ള മാനങ്ങളുണ്ട്. അന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ ധൂർത്ത്, ഇന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ കാറില്ലാത്തപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിക്കുമെന്ന് ന്യായീകരിച്ചു.